ആരാണ് ഇന്ത്യ മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ച ധ്രുവ് റാഠി എന്ന ചെറുപ്പക്കാരൻ? ചിലർക്ക് ഇയാൾ ഒന്നിനെയും ഭയക്കാത്ത സാമൂഹിക പ്രവർത്തകനാണ്. മറ്റു ചിലർക്ക് വ്യവസ്ഥിതിയെ നിരന്തരം വിഷമസന്ധിയിലാക്കുന്ന കുഴപ്പക്കാരൻ. ഒരു പതിറ്റാണ്ട് കാലമായി സമാനതകളില്ലാത്ത ഏകാംഗ പോരാളിയായി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിപക്ഷ ശബ്ദമായി നിരന്തരം ഉയർന്നു കേൾക്കുന്നതാണ് ധ്രുവ് റാഠിയുടെ നിലപാടുകൾ. എന്നാൽ സമീപകാലത്ത് അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഇന്ത്യ ഏകാധിപത്യത്തിലേക്കോ എന്ന അദ്ദേഹത്തിന്റെ വീഡിയോ ആയിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് മറാഠി, കന്നഡ, തെലുങ്കു, തമിഴ്, ബംഗാളി എന്നീ 5 ഭാഷകളിൽ അദ്ദേഹം പുതിയ യൂട്യൂബ് ചാനലുകൾ ആരംഭിച്ചത്. ഇവയെല്ലാം അദ്ദേഹത്തിന്റെ വൈറൽ വീഡിയോയുടെ ഡബ് ചെയ്ത വെർഷനുകളായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് 1.3 ലക്ഷം സബ്സ്ക്രൈബർമാരെ നേടിക്കൊടുത്ത വീഡിയോ ആയിരുന്നു ഇത്. റോത്തിലെ ഒരു മധ്യവർഗ കുടുംബത്തിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഇപ്പോൾ 29 വയസ്സാണ് പ്രായം. 2011 ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിന്റെ ഭാഗമാകുന്നത് വരെ രാഷ്ട്രീയത്തെക്കുറിച്ച് തനിക്ക് ലെവലേശം ധാരണ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളുമായിരുന്നു ധ്രുവ് റാഠി എന്ന ചെറുപ്പക്കാരനെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിച്ചത്. അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ. പക്ഷേ ആ പാർട്ടിയോട് യാതൊരു അനുഭവവും ഈ ചെറുപ്പക്കാരന് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഇദ്ദേഹം തന്നെ പറയുന്നത് താൻ 100% കോൺഗ്രസുകാരൻ അല്ല എന്നാണ്. ജർമ്മനിയിൽ ജീവിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി എന്നാണ് സ്വന്തം വെബ്സൈറ്റ് തന്നെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. യൂട്യൂബ് എഡ്യൂക്കേറ്റർ, ആക്ടിവിസ്റ്റ്, ട്രാവൽ വ്ളോഗർ എന്നുമുള്ള വിശേഷണങ്ങൾക്കൊപ്പം വ്യത്യസ്ത വിഷയങ്ങളിലെ സങ്കീർണമായ പ്രശ്നങ്ങളെ ലളിതമായും ലക്ഷ്യബോധത്തോടെയും അവതരിപ്പിക്കുന്നു എന്നാണ് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദി ഭാഷയിൽ കാമ്പുള്ള വിഷയങ്ങളുടെ വലിയ വിടവുണ്ടെന്നും അതിനാലാണ് താൻ ഹിന്ദിയിൽ തന്നെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുമാണ് ദി ഫ്രണ്ട് ലൈൻ വാരികയ്ക്ക് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ യാതൊരു അതിർവരമ്പുകളും ഇല്ലാതെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന യൂട്യൂബ് ചാനലിന് 18 ദശലക്ഷം സബ്സ്ക്രൈബർമാരുള്ള ഒന്നാക്കി മാറ്റിയത്. 2014 മുതലാണ് ഇദ്ദേഹം യൂട്യൂബ് കണ്ടന്റ് രംഗത്തേക്ക് കടക്കുന്നത്. അന്ന് ജർമ്മനിയിൽ വിദ്യാർത്ഥിയായിരുന്നു. ട്രാവൽ വ്ളോഗുകളായിരുന്നു തുടക്കം. ആ പേജ് 50,000 സബ്സ്ക്രൈബർമാർ എന്ന നാഴികക്കല്ല് പിന്നിടാൻ എടുത്തത് 3 വർഷം. എന്നാൽ അപ്പോഴേക്കും ഉള്ളടക്കത്തിന്റെ ഗതി കുറെ കൂടി രാഷ്ട്രീയ വിഷയങ്ങളാക്കി മാറ്റിയിരുന്നു. വ്ളോഗിംഗ് തുടങ്ങി 2 വർഷമായപ്പോഴേക്കും ധ്രുവ് BJP ഭരണത്തിന്റെ നിരന്തര വിമർശകനായി മാറി. സർജിക്കൽ സ്ട്രൈക്ക്, അന്ധഭക്തരും അവരുടെ യുക്തിയും, EVM ഹാക്കിംഗ്, യോഗി ആദിത്യനാഥിന് പിന്നിലെ യാഥാർത്ഥ്യം, മോദി എക്സ്പോസ്ഡിന്റെ 3 വർഷം തുടങ്ങിയ നിരവധി വീഡിയോകൾ ഇതിനോടകം പുറത്തു വന്നു. BJP IT സെൽ പാർട്ട് 2 എന്ന അദ്ദേഹത്തിന്റെ വീഡിയോക്കെതിരെ 2018 BJP പ്രവർത്തകർ പോലീസിൽ പരാതിപ്പെട്ടു. എന്നാൽ ആ ചെറുപ്പക്കാരൻ ഭയപ്പെട്ട് പിന്മാറിയില്ല. ഫാക്ട് ചെക്കിംഗ് വീഡിയോകളിലേക്ക് മുഖ്യധാരാ മാധ്യമ ചാനലുകളെ നിശിതമായി വിമർശിക്കുന്ന P ന്യൂസ് എന്ന ആക്ഷേപഹാസ്യ പരിപാടിയും അദ്ദേഹം തുടങ്ങി. എന്നാൽ ഈ സെഗ്മെന്റ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോ പ്ലേലിസ്റ്റുകളിൽ കാണാനില്ല. ആക്ഷേപഹാസ്യകാരൻ ആകാശ് ബാനർജി, യൂട്യൂബർമാർ, മാധ്യമ പ്രവർത്തകർ എന്നിവരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ദി ധ്രുവ് റാഠി ഷോ അദ്ദേഹം ആരംഭിച്ചു. തന്റെ വീഡിയോകൾ കാണാൻ കൂടുതൽ പ്രേക്ഷകർ എത്തിത്തുടങ്ങിയതോടെ കൂടുതൽ കാമ്പുള്ള ഉള്ളടക്കങ്ങൾ കണ്ടെത്താൻ 12ഓളം പേരടങ്ങുന്ന ഒരു ഗവേഷണ വിഭാഗത്തെ അദ്ദേഹം ചുമതലപ്പെടുത്തി. രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾക്കൊപ്പം വ്യാജ വാർത്തകൾ എങ്ങനെ തിരിച്ചറിയാം, ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങളെ എങ്ങനെ തിരിച്ചറിഞ്ഞ് വേണ്ടെന്ന് വയ്ക്കാം, പുഴകളെ എങ്ങനെ സംരക്ഷിക്കാം, ഒരു ജോലി നേടാനുള്ള 7 കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലേക്ക് കൂടി അദ്ദേഹം പ്രേക്ഷകരുടെ ശ്രദ്ധ തിരിച്ചു. എന്നാൽ ഈ ചാനലുകളിലെ രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾക്ക് തന്നെയാണ് ഇപ്പോഴും ഏറെ ആരാധകരുള്ളത്. ഏറ്റവും ഒടുവിൽ ഈ ഗണത്തിൽ പുറത്തുവന്ന ഇന്ത്യ ഏകാധിപത്യത്തിലേക്കോ എന്ന വീഡിയോ ഇതിനോടകം 23 ദശലക്ഷം പേരാണ് കണ്ടത്. ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കളെക്കാൾ കൂടുതൽ ശക്തമായാണ് ഇദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയുണ്ട്. മറ്റൊരു രാജ്യത്തിന്റെ സംരക്ഷണയിലിരുന്ന് ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ ആർക്കും ഉണ്ടാക്കാം എന്ന് വിമർശകർ കുറ്റപ്പെടുത്തുന്നു. ബിരുദ പഠനത്തിനായി ജർമ്മനിയിലേക്ക് പോയ ഇദ്ദേഹം വർഷങ്ങളായി ഇവിടെ തന്നെയാണ് താമസം. തന്റെ ദീർഘകാല കാമുകി ജൂലിയെ വിവാഹവും കഴിച്ചു. യാതൊരു നടപടിയും നേരിടാതെ അല്ല ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഇമ്രാൻഖാന്റെ തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം, പാകിസ്ഥാനിലെ രാഷ്ട്രീയ കൊടുങ്കാറ്റ് എന്ന വിഷയത്തിലുള്ള വീഡിയോ ഇന്ത്യയിൽ വിലക്കിയിരുന്നു. ഇന്ത്യ പാക് അതിർത്തികൾ സംബന്ധിച്ച് ഉള്ളടക്കത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകി എന്നുള്ളതായിരുന്നു കാരണം. എന്നാൽ ധ്രുവ് റാഠി അനുകൂലികളെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ത്യയിലല്ല എന്നുള്ളത് ഒരു പരിഗണനാ വിഷയം പോലുമല്ല.
ജർമ്മനിയിലാണെങ്കിലും അദ്ദേഹം അത് പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യം. ഉള്ളടക്കത്തിന്റെ കാര്യത്തിലോ പുതിയ വസ്തുതകൾ നിരത്തുന്നതിലോ പുതിയ പാത വെട്ടിത്തെളിക്കുകയല്ല ഇദ്ദേഹം ചെയ്യുന്നത്. എന്നാൽ ഒന്നിനെയും ഭയക്കാതെ തന്റെ വ്യക്തിത്വത്തിലൂടെ പൊതുജനത്തിന്റെ ശ്രദ്ധ അവർക്ക് മുന്നിലുള്ള വിവരങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും തിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. BJPയെ മാത്രം കേന്ദ്രീകരിച്ച് ആക്രമിക്കുന്നുവെന്ന് ചിലപ്പോഴെങ്കിലും കുറ്റപ്പെടുത്താമെങ്കിലും റാട്ടി ജനാധിപത്യ ഇന്ത്യയിൽ മുഖ്യധാര മാധ്യമങ്ങൾ പ്രവർത്തിക്കാതെ ഒഴിച്ചിട്ട ഭരണകൂട വിമർശകന്റെ സ്ഥാനമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. താൻ പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായാണെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പണം വാങ്ങുന്നില്ലെന്നും ഈയിടെ ആകാശ് ബാനർജിയുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന പാർട്ടി തനിക്ക് സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്നും എന്നാൽ താൻ അത് നിരസിച്ചുവെന്നും അദ്ദേഹം ഇതേ അഭിമുഖത്തിൽ പറയുന്നു. 4 വർഷം മുൻപ് മറ്റൊരു വീഡിയോയിൽ അടുത്ത 10 വർഷത്തേക്ക് താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ആലോചിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നിരന്തരം പ്രധാന വിഷയങ്ങളിൽ സംസാരിച്ചുകൊണ്ട് പൊതുജനത്തിന്റെ ശ്രദ്ധയും ബോധ്യവും തിരുത്തുക എന്നതിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോവുകയാണ് അദ്ദേഹം.